പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം വിശ്വാസത്തെക്കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഹെബ്രായരുടെ ലേഖനം 3-ാം അധ്യായം 12 മുതലുള്ള ഭാഗത്ത് പറയുന്നു, എന്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിലാരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിലാരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം. വിശ്വാസമില്ലെങ്കിൽ, ദൈവത്തിൽ വിശ്വസിക്കാൻ നമുക്ക് നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ, നമുക്കുള്ള പ്രശ്നങ്ങളിൽ എനിക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റാത്തൊരവസ്ഥയെ, പറ്റാത്ത മാനസികാവസ്ഥയെ തിരുവചനം പറയുന്നത് ദുഷ്ടഹൃദയം എന്നാണ്. കാരണം കർത്താവ് ദൈവപരിപാലനയിൽ ആശ്രയിക്കുക എന്ന വചനത്തിൽ അവിടെ നിന്ന് പറയുന്നത്, നിങ്ങൾ നാളെ കുറിച്ച് ആകുലരാകരുത്, അത് വിജാതീയരാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് വചനം പറയുന്നത്. നിങ്ങൾക്ക് അസ്വസ്ഥപ്പെടരുത്. അസ്വസ്ഥമുള്ള ഹൃദയം ദൈവം ആഗ്രഹിക്കുന്നില്ല. സന്തോഷമായിട്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, പ്രത്യാശ വെച്ചുകൊണ്ട് മുമ്പിലുള്ള കാര്യങ്ങൾ, നല്ല ഇടയനിൽ അങ്ങനെയാണ് പറയുന്നത്. നല്ല ഇടയനിൽ യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നല്ല ഇടയൻ എന്ന് പറഞ്ഞാൽ ഒരു ഇടയൻ, ആടുകളുടെ ഇടയനെ കുറിച്ച് പറയുമ്പോൾ ആടുകൾ നാളത്തെ ദിവസം എനിക്ക് എന്ത് ഭക്ഷിക്കാൻ കിട്ടും എന്നതിനെ കുറിച്ച് അവര് ആകുലപ്പെടാറില്ല. കാരണം എന്റെ ഇടയൻ, അവൻ ഇന്നിവിടെ പുല്ല് തീർന്നു പോയാലും എനിക്ക് നാളെ എന്ത് ഭക്ഷിക്കുമെന്ന് ഞാൻ ആകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്റെ ഇടയൻ എത്രയോ നാളുകളായിട്ട് അടുത്ത ദിവസം വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ വൈകുന്നേരമായി ഉച്ചയാകുമ്പോഴത്തേക്ക് പുല്ല് തീർന്നു പോയി ഞാൻ നാളെ എന്ത് കഴിക്കുമെന്ന് ഞാൻ ആകുലപ്പെടാറില്ല. ആടുകപ്പെടാറില്ല. അതുകൊണ്ടാണ് യേശു ഉപമയിലൂടെ പറഞ്ഞത്, ഞാൻ നല്ലിടയനാണെന്ന് പറഞ്ഞു. നല്ലിടയൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നല്ലിടയനാണ് ഞാൻ. നിങ്ങളുടെ കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധാലുവാണ്. നിങ്ങളുടെ കാര്യങ്ങളിൽ ഞാൻ ഇടയനാണ്. നിങ്ങളുടെ കാര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിങ്ങൾ ആകുലപ്പെടരുതേ മക്കളെ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ അടുത്തേക്ക് കടന്നു വന്ന ഒത്തിരി വേദനിക്കുന്ന അല്ലെങ്കിൽ രോഗികളായ വ്യക്തികളോട് യേശു ചോദിച്ചു, നിനക്ക് ഞാൻ ഈ ഇന്ന രോഗം, അല്ലെന്നുണ്ടെങ്കിൽ അന്ധനായി വന്ന അല്ലെങ്കിൽ കുഷ്ഠരോഗിയായി വന്ന അവനോട് ചോദിച്ച്, എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? എനിക്ക് ഇത് ചെയ്തു തരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ എന്നതാണ് കർത്താവിന്റെ ചോദ്യം. ലാസർ മരിച്ചു കിടക്കുന്നു. ലാസർ മരിച്ചപ്പോൾ ലാസറിന്റെ സഹോദരി അടുത്ത് വന്നിട്ട് പറഞ്ഞു, കർത്താവെ, ഇത് 4-ാം ദിവസമാണ്. ഈ ആ കല്ലറ തുറക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് സഹോദരി പറഞ്ഞാണ്, കർത്താവിന് 4-ാം ദിവസമാണ്, ദുർഗന്ധം വമിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? നീ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവിടെ ദൈവമഹത്വം ദർശിക്കുക തന്നെ ചെയ്തു. ലാസർ 4 ദിവസമായി അഴുകി ഇരുന്ന ലാസറിനെ ദൈവം വിളിച്ചു ഉയർപ്പിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വേറൊരു സംഭവത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ഹൃദയത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ. യേശു എങ്ങനെയാണ് ആ ഹൃദയം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഒരു പ്രതികൂല സാഹചര്യത്തിൽ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ ഹൃദയം വിശ്വാസിയായ ഒരുവന്റെ ഹൃദയം എങ്ങനെ ഇരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ഞാനൊന്ന് മനസ്സിലാക്കുവാനായിട്ട്, ചിന്തിക്കുവാനായിട്ട് ഞാൻ പത്രോസ്ലീഹ കടലിലൂടെ, അല്ലെന്നുണ്ടെങ്കിൽ സ്ലീഹന്മാരുമൊത്ത് അവര് യാത്ര ചെയ്തപ്പോൾ, വള്ളത്തിൽ യാത്ര ചെയ്ത കൊടുങ്കാറ്റുണ്ടായി. അതിന് ഇടയ്ക്കുള്ള സമയത്ത് യേശു കടലിലൂടെ കടന്നു വന്നപ്പോഴത്തേക്ക് ആദ്യം അവർ ഭയന്നു. ഭൂതത്തെയാണ് കാണുന്നതെന്ന് വിചാരിച്ചു ഭയന്നു. അതിനുശേഷം യേശുവാണെന്ന് മനസ്സിലായപ്പോൾ പത്രോസ്ലീഹ പറഞ്ഞു, കർത്താവെ, ഞാനും കൂടെ അതിൽ കൂടെ നടന്നു വരട്ടെ എന്ന് പറഞ്ഞു. നടന്നു വരാനായിട്ട് അനുവാദം ചോദിച്ചു. യേശു പറഞ്ഞു നടന്നു വരാൻ പറഞ്ഞു. അങ്ങനെ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട്, ജീവിക്കുന്നവനായ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പത്രോസ്ലീഹ നടന്നുപോയി. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രോസ്ലീഹ പെട്ടെന്ന് ആ സംഭവത്തിൽ നിന്ന് മാറി, ആ അനുഭവത്തിൽ നിന്ന് മാറി, ആഴത്തിനെ കുറിച്ചും കടലിനെ കുറിച്ചും ഒക്കെ ചിന്തിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഹൃദയത്തിൽ പേടി തോന്നി. അല്ലെന്നുണ്ടെങ്കിൽ കടലിന്റെ ആഴത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ പേടി തോന്നി. അപ്പോഴേ പത്രോസ്ലീഹ താന്നു പോകാനായിട്ട് ഇടയായി. അപ്പോൾ അല്പവിശ്വാസി എന്ന് പറഞ്ഞ് കർത്താവ് കയറി കൈ പിടിക്കുന്നു. അല്പവിശ്വാസി, നീ ഇച്ചിരി മുമ്പ് വിശ്വസിച്ച് ഇപ്പോൾ തന്നെ വീണ്ടും നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. നീ വേറെന്തോ ചിന്തിരിക്കുന്നു. നീ കുറച്ചേ വിശ്വസിക്കുന്നുള്ളൂ. അതുപോലാണ് നമ്മുടെ അല്പവിശ്വാസി എന്ന് പറയുന്നത്. നമ്മുടെ
കുടുംബപരമായ, ജോലിപരമായ, സമൂഹപരമായ, സാമ്പത്തികപരമായ, ജോലിപരമായ സകല കാര്യങ്ങളിലും ഏതെങ്കിലും കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ മുന്നിലുണ്ടെങ്കിൽ അതിൽ എന്റെ കർത്താവ് ഇടപെട്ട് ചെയ്തു തരും എന്ന് ഞാൻ വിശ്വസിക്കണം. അവിശ്വസിച്ചാൽ അതിനെ യേശു പറയുന്നത് അല്പവിശ്വാസി എന്നാണ്. ഞാൻ ഒന്നും കൂടെ ഈ അല്പവിശ്വാസം അല്ലെങ്കിൽ നല്ലിടയനായ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിന് എതിരായി വരുന്നത് ദുഷ്ടനിൽ നിന്നാണ്. ദുഷ്ടനിൽ എന്ന് പറഞ്ഞാൽ സാത്താനിൽ നിന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. അപ്പൊ കള്ളൻ വരുന്നത്, കള്ളൻ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ ഇത് മടുത്തു എന്റെ ജീവിതം, അല്ലെങ്കിൽ എന്റെ മുന്നിലുള്ള പ്രശ്നത്തിൽ ദൈവം എനിക്ക് പ്രവർത്തിക്കത്തില്ല, അല്ലെങ്കിൽ പ്രത്യാശ നഷ്ടപ്പെടുന്ന അങ്ങനെയുള്ള ചിന്തകൾ തരുന്നത് കള്ളനാണ്. കള്ളൻ നമ്മുടെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക്, ചിന്തകളിലേക്ക് കടന്നു വരുന്നത് പറയുന്നത് ഇങ്ങനെയാണ്, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും നശിപ്പിക്കാനുമാണ്. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത്, ഞാനായ ദൈവം, ഞാനായ കർത്താവ്, ഞാനായ നിങ്ങളുടെ അപ്പച്ചൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും നിങ്ങളെ അനുഗ്രഹിക്കാനും വേണ്ടി മാത്രമാണ്. മറ്റുള്ളതെല്ലാം തിന്മയിൽ നിന്ന്, സാത്താനിൽ നിന്ന് വരുന്നു എന്ന് അവിടെ നിന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 13:1 പറയുന്നു, കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഞാൻ ഇസ്രായേലിന് നൽകുന്ന കാനാൻ ദേശം ഒറ്റുനോക്കാൻ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ നേതാവിനെ അയക്കുക. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് പാറാൻ മരുഭൂമിയിൽ നിന്ന് മോശ അവരെ അയച്ചു. അവർ ഇസ്രായേലിന്റെ തലവന്മാരായിരുന്നു. അപ്പൊ തലവന്മാരായവരെ ചാരന്മാരായിട്ട് കാനാൻ ദേശം ഒറ്റുനോക്കാൻ, അത് എങ്ങനെ ഇരിക്കുന്നുവെന്ന് കാണുവാനായിട്ട് തലവന്മാരെ അയക്കുന്നു. അതിനുശേഷം അവര് വന്ന് പറഞ്ഞ മറുപടിയിലേക്ക് ഞാൻ വായിക്കുകയാണ്. ആ അധ്യായം തന്നെ, സംഖ്യാപുസ്തകം 13-ാം അധ്യായം 25 മുതൽ. 40 ദിവസത്തെ രഹസ്യ നിരീക്ഷണത്തിന് ശേഷം അവർ മടങ്ങിയെത്തി. അവർ പാരാൻ മരുഭൂമിയിലുള്ള കാദേശിൽ വന്ന് മോശയെയും അഹറോനെയും ഇസ്രായേൽ ജനം മുഴുവനെയും വിവരം അറിയിച്ചു. ആ ദേശത്തെ പഴങ്ങൾ കാണിക്കുകയും ചെയ്തു. അവർ അവനോട് പറഞ്ഞു, നീ പറഞ്ഞയച്ച ദേശത്ത് ഞങ്ങൾ ചെന്നു, പാലും തേനും ഒഴുകുന്നതാണ് അത്. ഇതാ അവിടുത്തെ പഴങ്ങൾ. എന്നാൽ അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ്. പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ്. മാത്രമല്ല അനാക്കിന്റെ വർഗക്കാരെയും ഞങ്ങൾ അവിടെ കണ്ടു. അമല്ലേക്യർ നെഗബിലും ഹിത്യരും ജബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിലും കാനാന്യർ കടലോരത്തും ജോർദാൻ തീരത്തും വസിക്കുന്നു. മോശയുടെ ചുറ്റും കൂടിയ ജനത്തെ നിശബ്ദമാക്കിയിട്ട് കാലബ് പറഞ്ഞു, നമുക്ക് ഉടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം. എന്നാൽ അവിടുത്തെ ജനത്തെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിവില്ല. അവർ നമ്മളെക്കാൾ ശക്തന്മാരാണ് എന്ന് അവനോട് കൂടെ പോയിരുന്നവർ അഭിപ്രായപ്പെട്ടു. അങ്ങനെ തങ്ങൾ കണ്ട സ്ഥലത്തെക്കുറിച്ച് ജനത്തിന് തെറ്റായ ധാരണ നൽകിക്കൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഒറ്റുനോക്കിയ ദേശം അവിടെ വസിക്കാൻ ചെല്ലുന്നവരെ വിഴുങ്ങിക്കളയുന്നതാണ്. അവിടെ ഞങ്ങൾ കണ്ട മനുഷ്യരോ അതികായകന്മാർ. നെഫിലിമിൽ നിന്ന് വന്ന അനാക്കിന്റെ മല്ലന്മാരായ മക്കളെ ഞങ്ങൾ അവിടെ കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വെട്ടുക്കിളികളാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അവർക്ക് ഞങ്ങളെ കുറിച്ച് അങ്ങനെ തന്നെ തോന്നിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. കാനാൻ ഒറ്റുനേക്കാൻ 12 പേര് പോയി. അതിൽ കാലബും ഉണ്ടായിരുന്നു, ജോഷയും ഉണ്ടായിരുന്നു. കാലബും ജോഷയും ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം നല്ല സ്ഥലമാണെങ്കിലും അവിടെയുള്ള അവരെ കുറിച്ച് ഭയപ്പെടുത്തി. അവരെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല, അനാക്കിന്റെ മക്കളാണ്, അവരെ നമുക്ക് യുദ്ധം ചെയ്താൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്നെല്ലാം പറഞ്ഞ് ഈ ജനത്തെ ഭയപ്പെടുത്തി. എന്നാൽ കാലബ് പറഞ്ഞ്, ഇത് കർത്താവ് പാലും തേനും ഒഴുകുന്ന രാജ്യത്തിലേക്ക് നമ്മൾ കൊണ്ടിരിക്കുന്ന അത് നല്ല സ്ഥലമാണ്, ഉടനെ പോയി നമുക്കത് പിടിച്ചെടുക്കാം എന്ന് കാലബ് പറഞ്ഞു. എന്നാൽ കാലബിനെയും ജോഷുവയെയും അനുസരിക്കുവാനായിട്ട് ഇവര് കൂട്ടാക്കിയില്ല. ഇവര് പറഞ്ഞു, അവിടത്തെ കുറിച്ച് ഭയപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് കർത്താവ് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെ ആ കാനാൻ ദേശം, പാലും തേനും ഒഴുകുന്ന സ്ഥലം അവർക്ക് നൽകുവാനായിരുന്നു. നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് വിളിച്ചിരിക്കുന്നത് ഇതേ അവസ്ഥയിൽ എത്തിക്കും.